بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ولقد آتينا موسى الكتاب فاختلف فيه ولولا كلمة سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب وإن كلا لما ليوفينهم ربك أعمالهم إنه بما يعملون خبير فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون وأقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات ذلك ذكرى للذاكرين ولقد آتينا موسى الكتاب فاختلف فيه നിശ്ചയമായും മൂസ അലൈഹിസ്സലാമിന് നാം ഗ്രന്ഥം നൽകുകയുണ്ടായി. ഫഖ്തുലിഫ ഫീഹി, ആ ഗ്രന്ഥത്തിൽ മൂസാ നബിയുടെ സമൂഹം തർക്കിക്കുകയും വ്യത്യസ്ത ഗ്രൂപ്പുകളായി മാറുകയും ചെയ്തു. വലൗലാ സബഖത്ത് മിർ റബ്ബിക വലൗലാ കലിമത്തുൻ സബഖത്ത് മിർ റബ്ബിക ലഖുദിയ ബൈനഹും. ഓ നബിയെ, അവിടുത്തെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വചനം അവരുടെ മുൻപിൽ നേരത്തെ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ലഖുദിയ ബൈനഹും, അവർക്കിടയിൽ നാം ഒരു തീരുമാനത്തിലെത്തുമായിരുന്നു. വഇന്നഹും ലഫീ ശക്കിൻ മിൻഹു മുരീബ്, നിശ്ചയമായും അവർ ആശങ്ക നിറഞ്ഞ സംശയത്തിലാണ്. വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആ വേദഗ്രന്ഥങ്ങളിൽ 4 കിതാബുകളാണ് ഉള്ളത്. അതേപ്രകാരം പ്രവാചകന്മാർക്ക് കൊടുത്ത ഏടുകളെക്കുറിച്ച് നാം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാമിന് തൗറാത്ത് ലഭിക്കുന്നതിൻ്റെ മുൻപ് 10 ഏടുകൾ കിട്ടിയത് നാം വിവരിച്ചിട്ടുണ്ട്. ആ ഏടുകളിൽ ഉള്ളത് എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ആ ഏടുകളിലുള്ള പരാമർശ വിഷയങ്ങൾ എന്താണ് എന്ന് നബി തങ്ങളോട് ചോദിക്കുമ്പോൾ അതിന് ചില ഉദാഹരണങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ പറഞ്ഞു കൊടുത്ത ആ ഒരു ചർച്ചയിലാണ്, ആ ഒരു വിഷയത്തിലാണ് നമ്മളുള്ളത്. യാ റസൂലല്ലാഹ് ഫമാ കാനത്ത് സുഹഫ് മൂസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാമിൻ്റെ ഏടുകളിൽ എന്താണ് ഉള്ളത് എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുന്നു. നബി തങ്ങൾ അതിലുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. അജിബ്തു ലിമൻ യഖന ബിൽ മൗതി കൈഫ ഹുവ സുമ്മ യഫറഹു, മരണമുണ്ട് എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി
പിന്നീട് സന്തോഷത്തോടുകൂടെ പന്തം വിട്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ വിഷയത്തിൽ അത്ഭുതമാണ്. അജിബ്തു ലിമൻ യറ ദുനിയ വ തഖല്ലുബഹാ ബിഅഹ്ലിഹാ ثم طمأن إليها أجبت لمن أيقن بالحساب غدا ثم لا يعمل قلت يا رسول الله أوصني أجبت لمن أيقن بالحساب غدا നാളെ വിചാരണയുണ്ട് എന്ന് ഉറപ്പുള്ള ആളുകൾ, അവർക്കറിയാം നാളെ വിചാരണയുണ്ട്. ആരുടെ മുൻപിൽ? അല്ലാഹുവിൻ്റെ മുൻപിൽ. അത് ഉറപ്പാണ്. എന്നിട്ടോ ലാ യഅ്മലു, ആ വിചാരണയെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താത്ത മനുഷ്യൻ, അവൻ്റെ കാര്യം അത്ഭുതമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ ആ ഏടിൽ വിവരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ദർ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. വിചാരണയുണ്ട് എന്നത് ഉറപ്പാണ്. പക്ഷേ അതിനെ എങ്ങനെ നേരിടണം, അതിനെക്കുറിച്ച് അവന് യാതൊരു വിധത്തിലുള്ള ചിന്തയും ഇല്ല. നാളെ ഒരു കേസ് കോടതിയിൽ വരുന്നുണ്ട്. നാളെയാണ് അതിൻ്റെ ഡേറ്റ്. അതൊരു വളരെ കുഴഞ്ഞു മറിഞ്ഞ ഒരു കേസാണ്. എന്നാൽ ഇന്നത്തെ മാനസിക നില എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. ആ കോർട്ടിൽ കയറാൻ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ഇന്നത്തെ മാനസിക നില എന്തായിരിക്കും? എന്നാൽ ഈ കോടതി ലോകത്തെ ഏറ്റവും വലിയ കോടതിയാണ്. അവിടെയുള്ള ജഡ്ജിയോ ഏതെങ്കിലും വിധത്തിൽ ആ ജഡ്ജിയുടെ കണ്ണ് മൂടിക്കെട്ടാൻ കഴിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാശോ മറ്റോ കൊടുത്തിട്ട് ആ ജഡ്ജിയെ സ്വാധീനിക്കാനും കഴിയില്ല. അങ്ങനെയുള്ള ഒരു ജഡ്ജിയോ കോടതിയോ അല്ല അവിടെയുള്ളത്. അണു അളവ് പോലും അവിടെ ഹഖിൽ നിന്ന് വ്യതിചലിക്കുന്നതല്ല. ആ കോടതി ഉണ്ടെന്ന് ഉറപ്പുള്ള വ്യക്തിയാണ്. പക്ഷേ അതിനുവേണ്ടി അവൻ ഒരുങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യരുടെ കഥ എന്തുമാത്രം അത്ഭുതാവഹമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അബൂ ദർ റളിയല്ലാഹു അൻഹു അതാ അവിടുത്തെ ഈമാനിനെ ചൂട് പിടിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ് ഔസിനി, ഓ നബിയേ, ഈ സാധുവായ അബൂ ദർറിനെ ഒന്ന് ഉപദേശിക്കൂ നബിയേ. ഫദക്കിർ ഫഇന്ന الذിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഉപദേശമെന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾക്ക് വലിയ ഫലം സിദ്ധിക്കുന്ന ഒന്നാണ്. ഖൽബിൽ ഈമാനുള്ള ആളുകളാണോ അവർ ഉപദേശത്തിൻ്റെ മജ്‌ലിസുകൾ ഇരിക്കുകയാണെങ്കിൽ, ഉപദേശങ്ങൾ അവർ കേൾക്കുകയാണെങ്കിൽ ആ ഉപദേശം കൊണ്ട് അവർക്ക് വലിയ ഫലമുണ്ടാവുകയാണ്. അവരുടെ ഹൃത്തടങ്ങളിൽ ഈമാനിന് വേലിയേറ്റം സംഭവിക്കുകയാണ്. അവരുടെ ഈമാൻ ചൂട് പിടിക്കുകയാണ്. അതാ ആ സമയത്ത് നബി തങ്ങൾ പറയുകയാണ്, അബൂ ദർറേ ഊസീക ബിത്തഖ്വല്ലാഹ്, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്, ഞാൻ നിന്നോട് വസിയ്യത്ത് നൽകുകയാണ്. ഊസീക ബിത്തഖ്വല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടു ജീവിക്കണം അബൂ ദർറേ. ഫഇന്നഹാ റഅസുൽ അംരി കുല്ലിഹി, സർവ വിഷയങ്ങളുടെയും അടിക്കല്ല് അല്ലാഹുവിനെ ഭയപ്പെടലാണ് അബൂ ദർ. അതാണ് അടിക്കല്ല്. അതുണ്ടോ അവൻ രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് തഖ്വയുള്ളവനാവണം, അല്ലാഹുവിനെ ഭയപ്പെടണം.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിക്കുകയാണ്. ഏറ്റവും വലിയ ഉപദേശമാണ്. ഇതിലും വലിയ ഒരു ഉപദേശം വരാനില്ല. ഇതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും മുസ്ലിമീങ്ങളോട് അവരുടെ പള്ളിയിൽ ഖതീബ് വെള്ളിയാഴ്ച ജുമുഅക്ക് ഖുതുബ നിർവഹിക്കുമ്പോൾ തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യാറുണ്ടല്ലോ. ഉസീകും ബിതഖ്വല്ലാഹ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യാറുണ്ട്. തഖ്വയുണ്ടാവണം. ഈ അല്ലാഹുവിൽ ഉള്ള തഖ്വയുണ്ടെങ്കിൽ അവിടെ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം മറ്റു വിഷയങ്ങൾ പ്രശ്നമല്ല. അഥവാ രഹസ്യമെന്നോ പരസ്യമെന്നോ അവൻ്റെ മുമ്പിലില്ല. ഇതാണ് തഖ്വയുടെ അടയാളം സഹോദരന്മാരെ. ഈ തഖ്വ ഖൽബിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുൻപിൽ രഹസ്യമെന്നോ പരസ്യമെന്നോ വ്യത്യാസമില്ല. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ല. ആളുകൾ അറിയുന്നതെന്നോ അറിയാത്തതെന്നോ അവരുടെ മുൻപിൽ വ്യത്യാസമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ളതാണോ ഇഷ്ടമില്ലാത്തതാണോ, ഇതാണ് അതിനുള്ള മാനദണ്ഡം. ഈ മാനദണ്ഡത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് അവരുടെ ചിന്തകൾ, ഈ മാനദണ്ഡത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അവിടെ സാമ്പത്തിക നഷ്ടമുണ്ടെന്ന് കരുതിയിട്ട് ഇല്ല, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളാണെങ്കിൽ അവരതിൽ ഇടപെടുന്നതല്ല. അല്ലെങ്കിൽ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വിഷയമാണ്, അതെൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ എനിക്കൊരു കുറച്ചിലാണ്. അല്ലാഹുവിന് ഇഷ്ടമില്ലെങ്കിലും ഞാൻ ആളുകൾക്കിടയിൽ ചെറുതായി പോവുകയാണ്. ഇല്ല, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും അവരെ ബാധിക്കുന്നതല്ല. ഇവിടെയാണ് എൻ്റെ സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ സ്വർഗം മുത്തഖീങ്ങൾക്കുള്ളതാണ്. മുത്തഖിയാണെന്നുള്ളതിൻ്റെ അടയാളം അവൻ്റെ പരസ്യഭാവങ്ങളല്ല, പകൽ സമയത്ത് എങ്ങനെയാണെന്നതല്ല, ആൾക്കൂട്ടങ്ങളിൽ എങ്ങനെയാണ് എന്നല്ല, പുറം ജീവിതത്തിൽ എങ്ങനെയാണ് എന്നതല്ല. രഹസ്യവും പരസ്യവും അവൻ്റെ മുമ്പിലില്ല. ഇല്ലെന്നു പറഞ്ഞാൽ രണ്ടും സമമാണ്. എല്ലാം അവിടെയവനായ അല്ലാഹുവിൻ്റെ ഇഷ്ടമാണ് അവൻ്റെ മാനദണ്ഡം. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ല. ആളുകൾ അറിയുന്നതെന്നോ അറിയാത്തതെന്നോ വ്യത്യാസമില്ല. ഇതാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാനുള്ള കാരണം. അബൂദർറേ ഫഇന്നഹാ റഅസുൽ അംരി കുല്ലിഹി ഊസീക ബിതഖ്വല്ലാഹി ഫഇന്നഹാ റഅസുൽ അംരി കുല്ലിഹി. ഈ എല്ലാ വിഷയങ്ങളുടെയും അടിക്കല്ല് അല്ലാഹുവിനെ ഭയപ്പെടലാണ് അബൂദർറേ. സാധുക്കളാകുന്ന നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമുക്കറിയാമല്ലോ, പല വിഷയങ്ങളിലും അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് നാം ചെയ്യുകയാണ്. അതൊരു പക്ഷേ രഹസ്യങ്ങളിൽ കടന്നു വരികയാണ്, അല്ലെങ്കിൽ പാതിരാവുകളിൽ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സംഭവിക്കുകയാണ്. ഇല്ല, ഇത് തഖ്വയില്ലാത്തതിൻ്റെ അടയാളമാണ്. ഖുൽതു യാ റസൂലല്ലാഹ് സിദ്നി. വീണ്ടും ഞാൻ പറഞ്ഞു, നബിയേ നിർത്തരുത്, നിർത്തരുത്. വീണ്ടും ഉപദേശിക്കണം, വീണ്ടും ഉപദേശിക്കണം, വസിയ്യത്ത് ചെയ്യണം നബിയേ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, അലൈക ബിതിലാവത്തിൽ ഖുർആനി വദിക്രില്ലാഹി തആല. അബൂദർറേ, വിശുദ്ധ ഖുർആൻ ഓതണേ,
വിശുദ്ധ ഖുർആനോദണേ. ഖുർആനോദാത്ത ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുതേ. ഖുർആനോദണം. രാവിലെ സമയത്ത് പത്രം കിട്ടാഞ്ഞാൽ പൊറുതികേടാണ് ചില ആളുകൾക്ക്. അതേ സമയത്ത് വിശുദ്ധ ഖുർആൻ എടുത്ത് ഒരു സൂറത്ത് യാസീനെങ്കിലും ഞാൻ ഓതട്ടെ എന്ന് കരുതുന്ന ചിന്തയില്ല. എന്നാൽ അലൈക ബിതിലാവത്തിൽ ഖുർആൻ. ഖുർആനോദണം, ഖുർആനോദണം. വദിക്രില്ലാഹി തആല. അതേ പ്രകാരം അല്ലാഹുവിന് ദിക്റു ചൊല്ലണം. അബൂദർറേ ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർളി വദിക്റുൻ ലക ഫിസ് സമാ. ഖുർആനും ദിക്റുമുള്ള ജീവിതമാണോ നിന്റെ ജീവിതം? ഭൂമിലോകത്തു നിനക്കത് വെളിച്ചമാണ്. ഭൂമിലോകത്തു നിനക്കത് വെളിച്ചമാണ്. നിന്റെ ജീവിതം ഇരുട്ടാണ്. ഏതു ഇരുട്ടാ? തോന്നിവാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഇരുട്ടാ, വൃത്തികേടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഇരുട്ടാ, ഹറാമുകൾ നിറഞ്ഞു നിൽക്കുന്ന ഇരുട്ടാ. ആ ഇരുട്ടിലൂടെ മുമ്പോട്ട് പോകാൻ നിനക്ക് കഴിയുന്നില്ല. ആ ഇരുട്ടിലൂടെ നിന്റെ ഹൃദയം അതാ കൂരിരുട്ടിലാണ്. ഏതേ ആ ഇരുട്ട്? അവിടെ തിന്മകളാണ്, അവിടെ ഹറാമുകളാണ്. ഈ ഹറാമുകളുടെയും അരുതായ്മകളുടെയും കൂരിരുട്ടിലാണ് നീ ഉള്ളത്. എന്നാൽ ഖുർആൻ ഓതിക്കോ നീ, ദിക്റ് ചൊല്ലിക്കോ നീ. ആ ഇരുട്ടിൻ്റെ ഇടയിലൂടെ വെളിച്ചം നൽകി അതേ വഴി കണ്ട് ലക്ഷ്യത്തിലേക്ക് മുമ്പോട്ട് പോകാൻ നിനക്ക് കഴിയുന്നതാണ് കേട്ടോ. തിന്മകളുടെ അരുതായ്മകളുടെ കൂരിരുട്ടിൽ തപ്പിത്തടഞ്ഞ് മുമ്പോട്ട് പോകാൻ കഴിയാതെ അമാന്തിച്ചു നിൽക്കുന്നവനാണ് നീയെങ്കിൽ ഇല്ല, ഖുർആൻ ഓതിക്കോ, ദിക്റ് ചൊല്ലിക്കോ. ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർള്. ഭൂമിലോകത്തു നിനക്കത് പ്രകാശമാണ്. നിന്റെ ജീവിതം തട്ടിത്തടഞ്ഞ് അവിടെ നിശ്ചലമാകുന്നതല്ല. നല്ല ഒരു വഴിയും വെളിച്ചവും നിനക്കതിലൂടെ മുമ്പോട്ട് ചലിക്കാനുണ്ടാകുന്നതാണ്. അതേ പ്രകാരം വദിക്റുൻ ലക ഫിസ് സമാ. ഖുർആനും ദിക്റും ഓതുകയും ചൊല്ലുകയും ചെയ്യുന്നവനാണെങ്കിൽ വദിക്റുൻ ലക ഫിസ് സമാ, ആകാശലോകത്ത് നീ അറിയപ്പെട്ടവനാണ്. ആകാശലോകങ്ങളിൽ നീ അറിയപ്പെട്ടവനാണ്. നിന്നെ അവിടെ പറയാൻ ആളുകളുണ്ട്, നിന്നെ അവിടെ സ്മരിക്കാൻ ആളുകളുണ്ട്, നിന്റെ വിഷയം ചർച്ച ചെയ്യാൻ അവിടെ ആളുകളുണ്ട്. അതുകൊണ്ട് ഖുർആൻ ഓതണം അബൂദർറേ, ദിക്റ് ചൊല്ലണം അബൂദർറേ. മുസ്ലിം കുടുംബങ്ങളിൽ ഷോക്കേസുകളിൽ ഒരു പക്ഷേ മുസ്ഹഫ് കിടക്കുന്നുണ്ട്. എന്നാൽ ആ മുസ്ഹഫ് ഒന്ന് എടുത്ത് അതൊന്ന് ഓതുകയോ കാണുകയോ ചെയ്യുന്ന ആളുകൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ്. ഒരു കനപ്പെട്ട വിഷയത്തിന് രാവിലെ വീട്ടിൽ നിന്നിറങ്ങുകയാണെങ്കിൽ പോലും പലപ്പോഴും സുബഹി നിസ്കാരമില്ല. ആ മുസ്ഹഫ് ഒന്നെടുത്ത് അതിലുള്ള ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയിട്ട് അതേ അതിനൊന്ന് ഉമ്മ വെച്ച് അല്ലാഹുവിനെ മനസ്സിൽ കരുതിയിട്ട് റബ്ബേ ഈ ഖുർആനിൻ്റെ ഉടമയായ അല്ലാഹുവേ ഞാനൊരു വിഷയത്തിന് പോവുകയാണ്, ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ എൻ്റെ സംഗതികളൊക്കെ ഒന്ന് റാഹത്താക്കി തരണേ. ഇതിലൊന്നും നമുക്ക് വിശ്വാസങ്ങളില്ല, ഇത് ഷോക്കേസുകളിൽ പൊടി തട്ടിക്കിടക്കുകയാണ്. അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഖുൽതു യാ റസൂലല്ലാഹി സിദ്നി. അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, നബിയേ ഇനിയും വർദ്ധിപ്പിക്കണം, നിർത്തരുത്, ഇനിയും എന്നെ ഉപദേശിക്കണേ, ഇനിയും എന്നെ ഉപദേശിക്കണേ. ഇയ്യാക വകസറത്തൽ ലഹ്കി. ആ സമയത്ത് പിന്നെ നബി തങ്ങൾ പറയുന്നത് എന്താ? അബൂദർറേ
പരിധി വിട്ടുകൊണ്ട് നീ പൊട്ടിച്ചിരിക്കരുത് കേട്ടോ. പരിധി വിട്ടുകൊണ്ട് നീ പൊട്ടിച്ചിരിക്കരുത്. കാരണം ഫഇന്നഹു യുമീതുൽ ഖൽബ വയദ്ഹബു ബിനൂരിൽ വജ്ഹി. എപ്പോഴും പരിധി വിട്ട് പൊട്ടിച്ചിരിക്കുന്ന ആളുകൾ അവരുടെ ഹൃദയം ചത്തുപോകുന്നതാണ്. മാത്രമല്ല മുഖത്തിൻ്റെ ഓജസ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഈമാനിൻ്റെ വെളിച്ചമുണ്ടല്ലോ മുഖത്ത്, ആ വെളിച്ചം കെട്ടുപോകുന്നതാണ്. അതേ പ്രകാരം ഹൃദയം ചത്തുപോവുകയും ചെയ്യുന്നതാണ്. അമിതമായി ചിരിക്കരുത് കേട്ടോ, പൊട്ടിച്ചിരിക്കരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ നോക്കൂ, നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് പൊട്ടിച്ചിരിച്ചിട്ടില്ല. വല്ലപ്പോഴും ചിരി ഓവറായി വന്നാൽ ഉടനെ തന്നെ അവിടുത്തെ കൈത്തടം വായക്കകത്ത് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ വെച്ച് അവിടുത്തെ ചിരിയെ നിയന്ത്രിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പോലും പൊട്ടിച്ചിരിച്ചിട്ടില്ല. ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ചിരിക്കാനുള്ള അവസ്ഥകളല്ലേ എവിടെ നോക്കിയാലും ഉള്ളത്. മനുഷ്യൻ അല്പമൊന്ന് വിനോദം വേണമെന്ന് കരുതി എങ്ങോട്ട് തിരിഞ്ഞാലും ആർത്തു ചിരിക്കാനും പൊട്ടിച്ചിരിക്കാനുമൊക്കെയുള്ള സംവിധാനങ്ങളും അവസ്ഥകളുമല്ലേ. കോമഡികൾ എന്ന പേരിലോ മറ്റു എന്തിൻ്റെ പേരിലാണെങ്കിലും സീരിയലുകളിലേക്ക് കടന്നാലും അല്ലാത്ത അവസ്ഥയിലേക്ക് വന്നാലും മനുഷ്യൻ അവൻ്റെ ഉടയവനെ മറപ്പിച്ചു കളയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, ആ രൂപത്തിലുള്ള ഇടപെടലുകളാണ് ദുനിയാവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ മുഅ്മിനേ, നീ സ്വർഗത്തിൽ ചെന്ന് ചിരിക്കാനുള്ളവനാണ്. അവിടെയാണ് നിനക്ക് ചിരിക്കാനുള്ള സമയം. ഇവിടെ പൊന്തം വിട്ട് ചിരിക്കരുത് കേട്ടോ. അല്ലാഹു ഇഷ്ടപ്പെട്ട അവൻ്റെ മുഖറബീങ്ങളാകുന്ന പല മലക്കുകളും അവർ പലപ്പോഴും ചിരിച്ചിട്ടില്ല. മീകാഈൽ അലൈഹിസ്സലാം ചിരിക്കാതെ കണ്ടപ്പോൾ ജിബ്രീൽ തങ്ങൾ ചോദിച്ചില്ലേ, അല്ലാഹുവിൻ്റെ നരകം കണ്ടുപോയി എങ്ങനെ ചിരി വരും ജിബ്രീൽ? എങ്ങനെ ചിരിക്കാൻ കഴിയും? അതേ സമയത്ത് പുഞ്ചിരി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, അത് ഉണ്ടാവണം. അത്തബസ്സുമു സദഖത്തുൻ. മുഅ്മിനായ മനുഷ്യന്റെ മുഖത്തുള്ള പുഞ്ചിരി മറ്റന്റെ സഹോദരന് കൊടുക്കുന്ന പുഞ്ചിരി ധർമ്മമാണ്, ദാനമാണ്, സ്വതക്കയാണ്. പരസ്പരം കാണുന്ന സമയത്ത് മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടാവണം. മസില് പിടിച്ച് നിൽക്കരുത്, ടൈറ്റായി നിൽക്കരുത്. പുഞ്ചിരിയുള്ള മുഖമാവണം. തൻ്റെ സുഹൃത്തിനോട്, തൻ്റെ കൂട്ടുകാരനോട് എപ്പോഴും ഇങ്ങോട്ട് ചിരിച്ചിട്ടില്ലെങ്കിലും അങ്ങോട്ട് പുഞ്ചിരി കൊടുക്കാൻ നമുക്ക് കഴിയണം. അത്തബസ്സുമു സദഖത്തുൻ. ചിരി കുറേ ആയിട്ടുണ്ട്. ചിരി, പുഞ്ചിരി, കൊലച്ചിരി ഇല്ലേ? ഇതൊക്കെ ചിരിയുടെ കൂട്ടത്തിൽപ്പെട്ട കൊലച്ചിരി, പൊട്ടിച്ചിരി. എന്നാൽ പുഞ്ചിരിയാവാം, ആവാം എന്നല്ല, അതുണ്ടാവണം. ഇയ്യാക വകസറത്തല്ലഹികി. ചിരി, പൊട്ടിച്ചിരി നിന്നിൽ നിന്ന് ഉണ്ടാവരുത്. ഫഇന്നഹു യുമീതുൽ ഖൽബ. അത് നിന്റെ കൽബിനെ കൽബ് ചത്തുപോകും. ആ കാരണം കൊണ്ട് ഹൃദയം ചത്തുപോകും. ഹൃദയം ചത്തുപോയാൽ ഉണ്ടാകുന്നത് എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ. ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പിന്നെ നന്മകൾ കടന്നു കയറില്ല. ആ ഹൃദയത്തിൽ പിന്നെ പേടിയില്ല. ആ ഹൃദയത്തിൽ പിന്നെ ഖബറിനെ കുറിച്ച് ചിന്തല്ല, പേടില്ല. ഒരു വിഷയത്തിൽ ഒരു പേടിയില്ല. മരവിച്ചു പോയി, ആ ഹൃദയം മരവിച്ചു പോയി.
ആ മരവിച്ചുപോയ ഹൃദയമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഥ കഴിഞ്ഞുപോയി. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. വയദ്ഹബു ബിനൂരിൽ വജ്ഹി, അതേ പ്രകാരം തന്നെ മുഖത്തുള്ള ഒളിവ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്, മുഖത്തിലുള്ള പ്രകാശം അതും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഈ മുഖത്ത് ഞാൻ പറയാറുണ്ടല്ലോ, മുഅ്മിനീങ്ങളുടെ മുഖത്ത് ഒരു വെളിച്ചമുണ്ടെന്ന്. ആ വെളിച്ചം നഷ്ടപ്പെട്ടു പോകുന്ന മറ്റൊരു കാരണമാണ് നിസ്കരിക്കാതിരിക്കുക. നിസ്കരിക്കാത്തവനെ മുഖത്തേക്ക് പോയാൽ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വെളിച്ചം ഉണ്ടാവില്ല. നമുക്ക് എല്ലാവരും മുഖത്തേക്ക് നോക്കിയാലും സമ, അത് നമ്മളെ കുഴപ്പമാണ്, വെളിച്ചമില്ലാത്ത കുഴപ്പമല്ല. എല്ലാവരും മുഖത്തേക്ക് നോക്കിയാലും നമുക്കൊക്കെ കണക്കാണ്. പിന്നെ നമ്മൾ പറയുന്നതായി കുറച്ച് മട്ടൻ ഉണ്ടല്ലോ, ഇവൻ കുറച്ച് മട്ടൻ, അങ്ങനെയൊക്കെ നമ്മൾ പറയാം. അത് നമ്മുടെ കുഴപ്പമാണ്. അതേ സമയത്ത് വെളിച്ചമില്ലാത്ത കുഴപ്പമല്ല അത്. നിസ്കരിക്കാത്തവന്റെ മുഖത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ഈ നൂറിനെ എടുത്ത് ഒഴിവാക്കും. മുഖത്തുള്ള ഈമാനിന്റെ ഒരു നൂറുണ്ട്, ആ നൂറിനെ അല്ലാഹു എടുത്ത് ഒഴിവാക്കും നിസ്കരിക്കാത്തവൻ മുഖത്തിന്. ഇതുപോലെ നിരന്തരം ആർത്തു ചിരിക്കുന്നവർ അവരുടെ ഖൽബിൽ നിന്ന്, അവരുടെ മുഖത്തിൽ നിന്ന് വെളിച്ചത്തെ ഒഴിവാക്കുന്നത് പോലെ നിസ്കരിക്കാത്തവന്റെ മുഖത്തിൽ നിന്നും വെളിച്ചത്തെ അല്ലാഹു ഒഴിവാക്കും. വൈലുല്ലിൽ മുസല്ലീൻ, ഇങ്ങനെ ഒരു ആയത്തുണ്ടല്ലോ, നിസ്കാരക്കാർക്കാണ് വൈല് എന്ന ചരു. നിസ്കരിക്കാത്ത ഒരു വിഭാഗം, അത് പറയണ്ട, നിസ്കരിക്കാത്തവരെ ചർച്ചക്കെടുക്കാൻ തന്നെ വകുപ്പില്ല. മഹാന്മാർ പറയുന്നത് കാണാം. ഒരു സംഭവം, ഒരു പെണ്ണ് മരണപ്പെട്ടു. ആ പെണ്ണിനെ ഖബറിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ ആ പെണ്ണിൻ്റെ സഹോദരൻ്റെ പോക്കറ്റിൽ നിന്ന് വളരെ വില പിടിപ്പുള്ള ഒരു വസ്തു ഖബറിൽ വീണ് പോയത് ഓർമ്മ വന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നു. വീണ്ടും ആ ഖബറിൻ്റെ അരികിലേക്ക് തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഖബറിൽ നിന്ന് ആ സാധനം എടുക്കണം. ഖബർ മാന്തിയപ്പോൾ ആ ഖബറിൽ നിന്ന് അതാ ശക്തമായ തീജ്വാലകൾ പുറത്തേക്ക് വന്നു. ഈ മനുഷ്യനാകെ പേടിച്ച് അതാ വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. വീട്ടിലേക്കെത്തി ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മാനോട് ചോദിച്ചു, ഉമ്മാ, നമ്മുടെ കുഞ്ഞുമോളുടെ ഖബർ ഇങ്ങനൊരു സംഭവം ഉണ്ടായല്ലോ, അവിടെ വലിയ അഗ്നിജ്വാലകൾ പുറത്തേക്ക് വന്നത് ഞാൻ കണ്ടല്ലോ, എന്തേ നമ്മുടെ കുഞ്ഞുമോള് ഇതിനു മാത്രം വലിയ തെറ്റു ചെയ്തത്? ഉമ്മ പറയുകയാണ്, മോനെ, അവളെ സംബന്ധിച്ച് ഇന്ന ഒരു തെറ്റു ചെയ്യുന്നവളാണെന്ന് പറയാൻ എനിക്കറിയില്ല, പക്ഷെ ഒന്നറിയാം, അവൾ നിസ്കാരത്തിൻ്റെ വിഷയം വേണ്ടത്ര ഗൗനിക്കുന്ന സ്വഭാവം അവൾക്കില്ല. എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കും, തോന്നുമ്പോൾ സല്ലിയാണ്, നിസ്കരിക്കും, തോന്നുമ്പോൾ സല്ലിയാണ്. ഈ സംഭവം പറഞ്ഞിട്ട് മഹാന്മാരെ പറയാണ്, നിസ്കരിക്കുന്ന ഒരാളുടെ അവസ്ഥ തന്നെ ഇതാണെങ്കിൽ തീരെ നിസ്കരിക്കാത്തവൻ്റെ വിഷയം ചർച്ചക്കെടുക്കേണ്ടതുണ്ടോ? ഒന്ന്. രണ്ട്, ഇന്ന് നമ്മുടെ പള്ളിയിലൊക്കെ കാണാൻ ചെറുപ്പക്കാരെ കുട്ടികൾ നിസ്കരിക്കും. ആ നിസ്കരിക്കുമ്പോൾ നിര്യാണിക്ക് താഴെയാണ് അവൻ്റെ വസ്ത്രം ഉള്ളത്. ഒന്ന്. രണ്ട്, വല്ല റുക്കോയിലേക്കോ സുജൂദിലേക്കോ പോയാൽ പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരാൾക്ക് നിൽക്കാനും പറ്റൂല, ഇല്ലേ? നമ്മുടെ ഇപ്പോഴുള്ള വസ്ത്രത്തിൻ്റെ ചില വിഷയങ്ങൾ മൂലം റുക്കോയിലേക്കോ സുജൂദിലേക്കോ പോയാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റൂല. ഈ നിസ്കാരം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്നു മാത്രമല്ല, ഇത്തരത്തിലുള്ള നിസ്കാരത്തെക്കുറിച്ച് അല്ലാഹ് പറയില്ല, ഓനെ മുഖത്തേക്കതെറിയ നിസ്കാരം. ആവട്ടെ, വീണ്ടും മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, സിദിനി, പോരാ നബിയേ, ഇനിയും അവിടുന്ന് ഉപദേശിക്കണം. അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, അഹിബ്ബൽ മസാകീന വജാലിസുഹും, അബൂദറേ,
സാധുക്കളെ ഇഷ്ടപ്പെട്ടോ? സാധുക്കളാകുന്ന ആളുകളുണ്ട്, പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ ആരും അറിയില്ല. അവർ ജീവിതത്തിൽ വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്. അവരെ ഇഷ്ടപ്പെടണം. എന്നിട്ടോ വജാലിസുഹും, അവരോടൊപ്പം ഇരിക്കുകയും ചെയ്യണം. സ്വാലിഹീങ്ങളോടൊപ്പം ഇരിക്കണം. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിൽ ധ്രുവീകരണം നടക്കുകയാണ്. ധ്രുവീകരണം നടക്കുക. സാധുക്കളെ പരിപാടിക്കൊന്നും വിളിച്ചില്ല. അത് പൈറ്റ വന്നാൽ ശരിയാവില്ല. അതൊക്കെ ഒരു ഇമേജിന് പ്രശ്നമാണ്. കാരണം എന്താ, അത് വരുമ്പോൾ അങ്ങനെ വരിക. ഒരു കള്ളി തുണി എടുത്ത് ചിലപ്പം പറ്റുന്നാലും തിന്ന് ആ ഒരു പെരുക്കം കൊണ്ട് തോളിലോട്ട് അങ്ങനെയൊക്കെ വരുള്ളൂ. ഇത് വല്ല ടിപ്പിൽ അടിച്ച് പൊളിച്ച് വരാനൊന്നും എന്താവില്ല, കഴിയൂല. അപ്പം അത് ഇവിടെ വേണ്ട. ആ സാധുവിനെ ഒന്ന് വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് അവരോടൊപ്പം ഒന്ന് അല്പസമയം സമയം പങ്കിട്ട് വിഷയങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് ആ സാധുക്കളെ സന്തോഷത്തോടുകൂടെ തിരിച്ചയക്കുന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അബൂദർറേ, ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലൊരു സദ്യ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയൊരു സാധുവായ കുടുംബം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇനി പൈറ്റകളെ വിളിച്ചാണ്ടാക്കുക? നമ്മൾ വിളിച്ചത് അങ്ങനെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, എങ്ങനെ പൈറ്റകളെ വിളിച്ചാണ്ടാക്കുക? മെൻഷൻ പറയില്ലേ? അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ അല്ല പ്രശ്നമല്ലത്, മെൻഷൻ പറയില്ലേ? ഇതാണ് അള്ളാന്റെ റസൂൽ ആദ്യം തന്നെ പറഞ്ഞത്. തഖ്വ വേണം, തഖ്വയാണ്, അടിക്കല്ലേ. അതുണ്ടെങ്കിൽ മെൻഷൻ പറയില്ലേ എന്നല്ല പറയാം. മനുഷ്യരെന്തു പറഞ്ഞാലും പ്രശ്നമില്ല, അള്ളാഹുവിന്റെ പൊരുത്തമാണ് ആവശ്യമെന്ന വിഷയത്തിലേക്ക് വരും. അതുകൊണ്ട് സാധുക്കളെ നമ്മൾ കണ്ടെത്തണം സഹോദരന്മാരെ. പാവപ്പെട്ടവർ വീട്ടിലേക്ക് വരുമ്പോൾ സന്തോഷത്തോടുകൂടെ അവരെ തിരിച്ചയക്കണം. വീട്ടിലേക്ക് വന്നില്ലെങ്കിലും നമ്മുടെയൊക്കെ നാടുകളിലുണ്ടാകും നല്ല മാന്യന്മാർ. അവർ പുറത്ത് നല്ല മാന്യന്മാരാണ്, ജീവിതത്തിൻ്റെ ഉള്ളിൽ വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്, വലിയ ദാരിദ്ര്യമുള്ളവരാണ്. അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് അവിടെ ഇടപെടാൻ നമുക്ക് കഴിയണം. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, അഹിബ്ബൽ മസാക്കീൻ, മിസ്കീന്മാരെ ഇഷ്ടപ്പെട്ടു. മിസ്കീന്മാരായ ആളുകൾ അവർ വരുമ്പോൾ നല്ല രൂപത്തിൽ വീട്ടിലേക്ക് കയറിയിരിക്കാൻ വേണ്ടി പറഞ്ഞ് അവർക്ക് ഭക്ഷണങ്ങളും വസ്തുക്കളൊക്കെ കൊടുക്കും. ചില ആളുകൾ എന്തിനെ വന്ന് ഇന്ന് കയറി ഇരുന്നോ എന്നും കൂടി ചോദിക്കൂല. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് പരിചയമുള്ള ആളാ, നമ്മളെ നാട്ടുകാരനാ, പക്ഷേ ഓനൊരൊറ്റ കുറവേ ഉള്ളൂ. എന്തേ ആ കുറവ്? സമ്പത്ത് കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ ഒരു വിഷയത്തിന് വേണ്ടി തൻ്റെ വീട്ടിലേക്ക് നിന്റെ കാലിൻ്റെ ചോട്ടിലേക്ക് വന്നാ ഇജി പുറത്തേക്ക് ഇങ്ങനെ ചിറ്റാട് എന്തിനേ വന്നേ ഞാൻ കയറിയിരുന്നായമോ എന്നിട്ട് പറയും വർത്താനം. അതിനൊന്നുമില്ല. ചില ആങ്കാരികളില്ലേ നമ്മുടെ നാട്ടില്. കയറിയിരിക്കേ നാലോ ഇനി പോരാ, സിറ്റ് ഔട്ടിലിരുന്നാൽ മതി. ആ സോഫ സെറ്റിക്ക് ഒന്ന് പോനെ ഇരുത്തണ്ട. ഇല്ല ഓപ്പൊന്ന് പോനില്ല. ഇവിടുന്നാട് പറഞ്ഞോ നീ ഇല്ല. ഇതൊക്കെ മനുഷ്യന്മാരുടെ അവസ്ഥയല്ലേ. അതേ സമയത്ത് അതൊക്കെ ഒരു ഫാഷൻ ഫോട്ടോഷൂട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കും ഇവിടെ ഇരുന്നോളി അവിടെ ഇരുന്നോളി എന്നിട്ടൊക്കെ എന്തേ വെള്ളം ചായയൊക്കെ കൊടുത്തിട്ട് എന്തേ വന്ന് എന്തേ ചോദിച്ചോളൂ. മറ്റോൻ വരണ്ട അങ്ങനെ വരുമ്പോൾ തന്നെ എന്തിനേ വന്ന് അവിടുന്ന് പറഞ്ഞാട് പോയിക്കോ. അതിൻ്റെ അർത്ഥം ഇതൊക്കെ ഇന്ന് നമ്മൾ കാണുന്നതല്ലേ. അഹിബ്ബൽ മസാക്കീന, മിസ്കീന്മാരെ ഇഷ്ടം വെച്ചു. വജാലിസുഹും, അവരോടൊപ്പം ഇരിക്കുകയും ചെയ്തു. ഖുൽതു യാ റസൂലല്ലാഹി സിദ്നി, വീണ്ടും ഞാൻ പറഞ്ഞു നബിയേ പോരാ, ഉപദേശിക്കണം, വസിയ്യത്ത് ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഖുലിൽ ഹഖ്ഖ വ ഇൻ കാന മുറാ, എത്ര കയ്പാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ. എത്ര കയ്പാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ. നമ്മളൊക്കെ ഭാര്യമാർക്കുണ്ടൊരു സ്വഭാവം, എന്തേ അപ്പൊ ഇനി സ്കൂളിൽ പോയി വാ, മദ്രസ ഉണ്ട്. അപ്പൊ സ്കൂൾ എന്തായാലും ഒഴിവാക്കാൻ പറ്റൂല. മദ്രസ ഇനിയിപ്പോൾ 4 ദിവസം പോയാലും പ്രശ്നമില്ലല്ലോ. ഈ ഒടിഞ്ഞോ മുറിഞ്ഞോ അമ്പർത്തേക്ക് എന്ന് പറഞ്ഞ മാതിരിയാണല്ലോ അപ്പം അതിൻ്റെ കോലല്ലേ. മദ്രസ പോയാലും പ്രശ്നമല്ല, ഈ സ്കൂള് പോകാൻ പറ്റൂല. അപ്പം അങ്ങനെ എന്തായി ഓക്കൊന്നില്ല, 4 ദിവസത്തിന് കുടിക്ക് പോകണം.
അങ്ങനെ കുട്ടികളൊക്കെ വാരി വലിച്ചിട്ട് കുടിക്ക് പോയി. അപ്പോൾ 4 ദിവസം മദ്രസ പോയി. അപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബേജാറ്, പഠിച്ചോനെ നാളെ മദ്രസക്ക് ചെല്ലുമ്പോൾ ഉസ്താദിനോട് എന്താ പറയുക, ഇതുവരെ ഓടിയെന്ന് ചോദിച്ചാൽ എന്താ പറയുക. അപ്പം അമ്മ പറഞ്ഞു കൊടുക്കുക, ഇനി എനിക്ക് പനി എന്നാണ് പറഞ്ഞാലുണ്ടേ. ആരാ പറഞ്ഞു കൊടുക്കണേ? അമ്മ പറഞ്ഞു കൊടുക്കുക. നല്ല അമ്മയല്ലത്. ഇതൊന്നും ഏതെങ്കിലും രാജ്യത്തിലെ അമ്മമാരല്ല, നമ്മളൊക്കെ ഭാര്യമാരൊക്കെ തന്നെ ഇക്കാരതേ. നമ്മൾ ചിലപ്പോൾ തന്നെ അറിയില്ല. ഇജ്ജ് പനിയേരി എന്നാണ് പറഞ്ഞോളുണ്ടി, ആ വിഷയം തീർന്നല്ല. ഖുലിൽ ഹഖ്ഖ വ ഇൻ കാന മുറാ, എത്ര കയ്പാണെങ്കിലും സത്യമല്ലാത്തത് പറയരുത് മോനെ, പറയരുത്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു, ആ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിൻ്റെ റസൂൽ അതാ അടുത്തേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, വലാ ഹുസ്ന കഹുസ്നിൽ ഖുലുഖി, സൽസ്വഭാവിയായി മാറണം. സൽസ്വഭാവത്തെ പോലെ മറ്റൊരു സ്വഭാവം വേറെയില്ല. നമ്മളോട് ഒരാൾ ഇടപെട്ട വീണ്ടും ഇടപെടണം അയാൾക്ക് തോന്നണം. ഇതിപ്പോൾ ഇന്ത്യങ്ങളൊക്കെ അവസ്ഥ അല്ലേ, അങ്ങനെ പറയാം. ഒരിട്ട് നമ്മളോട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ 2ാം വട്ടം ബന്ധപ്പെടൂല അല്ലേ. ഒരിട്ട് നമ്മളോടൊന്ന് ബന്ധപ്പെട്ടാൽ പിന്നെ 2ാം വട്ടം ബൈക്ക് വരൂല. അത് എന്തേ? നമ്മളെ സ്വഭാവത്തിൻ്റെ ഉസാറുണ്ട്. ഹുസ്നുൽ ഖുലുഖിനെ പോലെ മീസാൻ എന്ന തുലാസിൽ ഭാരമുള്ള മറ്റൊരു സംഗതിയില്ല എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഭാരമായി അനുഭവപ്പെടുന്നതാണ് സൽസ്വഭാവം. ആ സൽസ്വഭാവം നേരത്തെ നമ്മൾ പറഞ്ഞു. ആദ്യം അഹ്ലുകാരിൽ നിന്ന് തുടങ്ങി, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങി, അയൽ വീട്ടിൽ നിന്ന് തുടങ്ങി, നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും അത് ഉണ്ടാവേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മെ അവൻ പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ മൂസ അലൈഹിസ്സലാമിന് നൽകിയ തൗറാത്തിന്റെ വിഷയത്തിൽ ജൂതന്മാരാകുന്ന ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അതേ പ്രകാരം തന്നെ അവർ വ്യത്യസ്ത വിഭാഗങ്ങളുമൊക്കെ മാറിയിട്ടുണ്ട്. നബിയെ, ഈ ഖുർആനിന്റെ വിഷയത്തിലും ഇവര് സംശയിക്കുകയാണ്, അവർ തർക്കിക്കുകയാണ്. ഈ തർക്കത്തിന്റെ പേരിൽ അവിടുന്ന് വിഷമിക്കണ്ട. കാരണം അവിടുത്തെ മുൻപ് കഴിഞ്ഞു പോയ പ്രവാചകരല്ലേ മഹാനായ മൂസ അലൈഹിസ്സലാം. എല്ലാ പ്രവാചകന്മാരും അവരുടെ സമുദായം അവർ ഓതിക്കൊടുക്കുന്ന വേദഗ്രന്ഥങ്ങളുടെ വിഷയത്തിൽ തർക്കിച്ചിട്ടുണ്ട്, വ്യത്യസ്ത ഗ്രൂപ്പുകളായി മാറിയിട്ടുണ്ട്. അത് ഇതിൻ്റെ സ്വഭാവമാണ്, അത് മനുഷ്യരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് അവിടുന്ന് വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ ഈ ആയത്തിന് മറ്റൊരു വിശദീകരണം നിങ്ങൾ ശ്രദ്ധിക്കുക. വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫഖ്തുലിഫ ഫീഹി, മൂസാ നബിക്ക് വേദഗ്രന്ഥത്തെ നൽകുകയാണ്. എന്നാൽ ആ വേദഗ്രന്ഥത്തിൻ്റെ വിഷയത്തിൽ അവർ വ്യത്യസ്തങ്ങളായ അഭിപ്രായത്തിലാവുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ചിട്ട് മുഫസ്സിറുകൾ പറയുകയാണ്, അയ്യുഹൻ നബിയ്യൂ, എന്താ ഈ ആയത്തിൻ്റെ താല്പര്യം? അയ്യുഹൻ നബിയ്യൂ, ഓ നബിയായിട്ടുള്ളവരെ, അന്നനാ അഅ്തൈനാ മൂസ തൗറാത്ത, മൂസ അലൈഹിസ്സലാമിന് നമ്മൾ തൗറാത്ത് നൽകിയിട്ടുണ്ട്. എന്നിട്ടോ ഫഖ്തലഫ ഖൗമുഹു മിൻ ബഅദിഹി ഫീ തഫ്സീരിഹാ വ മഅനാഹാ, മൂസ അലൈഹിസ്സലാമിൻ്റെ കാലശേഷം ആ ജൂതന്മാരാകുന്ന ആളുകൾ, അവിടെയുള്ള പുരോഹിതന്മാർ ആ തൗറാത്തിലെ വചനങ്ങൾക്ക് വിശദീകരണം നൽകുന്ന വിഷയത്തിൽ അവർ വ്യത്യസ്ത അഭിപ്രായക്കാരായി മാറിയിട്ടുണ്ട്. മൂസാ നബിയേ, ഫഖ്തലഫ ഖൗമുഹു മിൻ ബഅദിഹി ഫീ തഫ്സീരിഹാ വ മഅനാഹാ, ആ വചനങ്ങൾക്ക് തഫ്സീർ പറയുന്നിടത്തും അതിന് അർത്ഥം പറയുന്നിടത്തും അവർ വ്യത്യസ്ത ഗ്രൂപ്പുകളായി മാറിയിട്ടുണ്ട്. ഹസ്ബഹ്വാഇഹിം വശഹവാതിഹിം, അവർക്ക് തോന്നിയതാണ് പറഞ്ഞത്, അവർക്ക് ഇഷ്ടമുള്ളതും അവരുടെ ഗ്രൂപ്പിനോട് യോജിച്ചതുമാണ് അവർ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ അവർ ഉദ്ദേശിച്ചത് എന്താ? അവരുടെ കാര്യലാഭമാണ്. എന്നിട്ടോ ഫതഫറഖൂ ശിയാ, ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ, ഫതഫറഖൂ ശിയാ,
ഇസ്രായേല്യരാകുന്ന വിഭാഗം വ്യത്യസ്ത പാർട്ടിക്കാരായി വിഭജിക്കുകയാണ്, വ്യത്യസ്ത പാർട്ടിക്കാരായി മാറുകയാണ്. വബ്തഅദൽ കസീറു മിൻഹും അനിൽ ഹഖ്, യഥാർത്ഥ ദീനിൽ നിന്ന് അവരൊക്കെ അകലെ 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 പോവുകയാണ്. യഥാർത്ഥ ദീനുമായി അവർക്ക് ബന്ധമില്ല. ഇത് ഇസ്രായേല്യരിൽ സംഭവിച്ച ഒരു സംഗതിയാണ്. ഓതുന്നത് തൗറാത്താണ്. ആ തൗറാത്ത് വായിച്ചിട്ട് അവർക്ക് വേണ്ട വിഷയങ്ങൾ അവർ സമർത്ഥിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വിഷയം അവരിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ലയഅതിയന്ന അലാ ഉമ്മത്തി മാ അതാ അലാ ബനി ഇസ്രായീല ഹദ്വൻ നഅലി ബിൻ നഅലി. ഇസ്രായേലികളിൽ എന്തൊക്കെ സംഭവിച്ചോ അത് മുഴുവനും എൻ്റെ സമുദായത്തിലും സംഭവിക്കുന്നതാണ്. അതേ ചാണോട് ചാൺ ആ ഇസ്രായേലികൾ ചെയ്തത് എൻ്റെ ഉമ്മത്തികളും ചെയ്യുന്നതാണ്. എന്നിട്ട് നബി തങ്ങൾ പറയാ, ഹത്താ ഇൻ കാന മിന്നും മൻ അതാ ഉമ്മഹു അലാനിയതൻ ലകാന ഫീ ഉമ്മത്തി മൻ യസ്നഉ ദാലിക. ഇസ്രായേലികളിൽപ്പെട്ട ഒരാൾ അവൻ്റെ ഉമ്മായുടെ അരികിലേക്ക് പരസ്യമായി അനാവശ്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ സമുദായത്തിലും നടക്കുന്നതാണ് കേട്ടോ. എന്ത് അവരിൽ ഉണ്ടായിട്ടുണ്ടോ അത് മുഴുവനും എൻ്റെ സമുദായത്തിലും ഉണ്ടാകുന്നതാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ബനി ഇസ്രായീല തഫറഖത് അലാ 72 മില്ല. ഇസ്രായേലികൾ 72 വിഭാഗമായി വഴിപിരിയുകയാണ്. അവർ തൗറാത്തിന്റെ വിഷയത്തിൽ തന്നെയാണ്. ഈ 72 വിഭാഗവും അവിടെ ഓതുന്നത് തൗറാത്താണ്. അവരുടെ ന്യായങ്ങളെ സമർത്ഥിക്കാൻ അവർ കൊണ്ടുവരുന്ന തെളിവുകൾ തൗറാത്താണ്. അങ്ങനെ 72 വിഭാഗമായി അവർ വഴിപിരിയുകയാണ്. എന്നാൽ വതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല. എൻ്റെ സമുദായം 73 വഴിപിരിയുന്നതാണ്. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ. 72 വിഭാഗവും നരകക്കാരാണ്. ഒരൊറ്റ വിഭാഗമൊഴികെ ഈ 73 വിഭാഗവും ഉയർത്തിപ്പിടിക്കുന്നത് ഖുർആനാണ്. അതാ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. 73 വിഭാഗവും ഉയർത്തിപ്പിടിക്കുന്നത് ഖുർആനാണ്. അവരോതുന്നത് ഖുർആനാണ്. അവർ തെളിവ് കൊണ്ടുവരുന്നത് ഖുർആനാണ്. എന്നിട്ടോ ഈ ഖുർആൻ കൊണ്ടുവന്ന് 72 വിഭാഗവും നരകത്തിലേക്ക് പോവുകയാണ്. ഖാലൂ, ആ സമയത്ത് സഹാബാക്കൾ ചോദിക്കുകയാണ്, വമൻ ഹിയ യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ ആ സ്വർഗക്കാരായ ആളുകൾ? ഒരൊറ്റ വിഭാഗമല്ലേ സ്വർഗത്തിലേക്കുള്ളൂ? അവരാരാണ്? നരകത്തിലേക്ക് പോകുന്ന 72 വിഭാഗത്തിന്റെ സ്വഭാവമല്ല, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരൊറ്റ വിഭാഗത്തിന്റെ സ്വഭാവം. അത് കിട്ടിയാ പോരെ? അതല്ലാത്തവരൊക്കെ നരകക്കാരാണെന്ന് ബോധ്യപ്പെടില്ലേ? ആരാണ് ആ സ്വർഗക്കാരായ കക്ഷികൾ? അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞല്ലോ, മാ അന അലൈഹി വഅസ്ഹാബി. ഞാൻ എന്തു പഠിപ്പിച്ചു, എൻ്റെ സഹാബികൾ എന്തു പഠിപ്പിച്ചു, അതിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്, അതിനെ പിന്തുടരുന്ന ആളുകളാണ്. അവർ സ്വർഗക്കാരാണ്, അല്ലാത്തവർ നരകക്കാരാണ്. എന്നാൽ 72 വിഭാഗവും പറയുന്നു ഞങ്ങളാണ് റസൂലുള്ളാഹിയെ പിന്തുടരുന്നതെന്ന്. പക്ഷേ നിഷ്പക്ഷ ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ അത് കേവലം വാചക കസർത്തുകളാണെന്നു മാത്രമല്ലാതെ വിഷയവുമായി അവർക്ക് ബന്ധമില്ല. മിനല്ലദീന ഹാദൂ യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി. ജൂതന്മാരാകുന്ന ആളുകളുടെ സ്വഭാവം യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി. തൗറാത്ത് അവർ യഥാർത്ഥമായി വായിച്ചിട്ട് ഓതിയിട്ട് അതിൻ്റെ അർത്ഥം മാറ്റിക്കളയുന്നു, സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്നു. അതേ, ഈ വിഭാഗക്കാർ നരകക്കാരാണ്. ഇവർ നരകക്കാരായ ആളുകളാണ്. ഇത് ജൂതന്മാരുടെ സ്വഭാവമാണ്. എന്നാൽ ഈ സ്വഭാവം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തികളിൽപ്പെട്ടവരും ചെയ്യുകയാണ്. ഒരൊറ്റ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിക്കൂ സഹോദരന്മാരെ. ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും
വലൗ സമിഉ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർകിക്കും. ഇന്ന് കേരളത്തിൽ വന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കക്ഷികളല്ലാത്ത വേറെ ഏതൊക്കെ കക്ഷികളുണ്ടോ എല്ലാവരും ഓതുന്ന ഒരു ആയത്താണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇൻ തദ്ഊഹും, അവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ ലാ യസ്മഊ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുന്നതല്ല. വലൗ സമിഉ മസ്തജാബൂ ലക്കും, ഇൻ കേസ് അവർ കേട്ടാൽ തന്നെ അവർ ഉത്തരം നൽകുന്നതല്ല. അതുമാത്രമല്ല വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർകിക്കും, ഖിയാമത്ത് നാളു ദിവസത്തിൽ നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ അവർ നിഷേധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ആയത്ത് സൂറത്തു ഫാത്തിറിന്റെ 14-ാമത്തെ വചനമായി വിശുദ്ധ ഖുർആനിലുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആയത്താണ് കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന സുന്നികൾ മുശ്രിക്കീങ്ങളാണെന്ന് പറയാൻ വേണ്ടി ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനക്കാര്, ജമാഅത്ത് പ്രസ്ഥാനക്കാര്, തബ്ലീഗാദികൾ മുഴുവനും ഓതുന്ന ആയത്ത് ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തേ സംഭവിച്ചത്? ജൂതന്മാര് തൗറാത്തിൽ കാണിച്ചതുപോലെ അവർ ഇവിടെ അർത്ഥം മാറ്റിവെച്ചു. സന്ദർഭത്തിൽ നിന്ന് ഈ ആയത്ത് അടർത്തിയെടുത്തു. എന്തേ? ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ എന്നാണ്. ഈ ആയത്ത് അവതരിച്ചത് ആരെ വിഷയത്തിലാ? മക്കയിലുള്ള ബിംബാരാധകന്മാരുടെ വിഷയത്തിലാണ്, അസ്നാമിന്റെ വിഷയത്തിലാണ്, ബിംബങ്ങളെ ആരാധിക്കുന്നവരുടെ വിഷയത്തിലാണ്. ആ ബിംബങ്ങളെ നിങ്ങൾ ആരാധിക്കുകയാണ്. ലാ യസ്മഊ ദുആഅക്കും, ആ ബിംബങ്ങൾ നിങ്ങളുടെ ആരാധനകളും വിളികളും ഒന്നും കേൾക്കുന്നതല്ല. വലൗ സമിഉ, ഇനി കേട്ടാൽ തന്നെയും മസ്തജാബൂ ലക്കും, ഒരു പ്രതികരണവും അവരിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ലെന്നു മാത്രമല്ല വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർകിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശിർക്കിനെതിരെയായിട്ട് ഈ ബിംബങ്ങൾ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് വരുന്നതാണ്. നോക്കൂ നിങ്ങൾ ഇവിടെ എന്തു ചെയ്തെന്നറിയോ? ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുടെ മേലിൽ വെച്ചു കെട്ടാൻ ആദ്യമായി ചെയ്തത് മഖ്ബറകളിലേക്ക് പോകുന്നത് ശിർക്കാണ് എന്ന് വരുത്തി തീർത്തു. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. മഖ്ബറയിലേക്ക് പോകുന്നത് ശിർക്കാണ് എന്ന് വരുത്തി തീർത്തു. അവിടെ വെച്ച് ദുആ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് വരുത്തി തീർത്തു. എന്നിട്ടോ ഈ ബിംബങ്ങളെ ആരാധിക്കുന്നവരുടെ വിഷയത്തിൽ അവതരിച്ച ഈ ആയത്ത് മഖ്ബറയിലേക്ക് പോകുന്നവരെ പറ്റി ഓതുകയാണ്. അവിടെ പോയി നിങ്ങൾ ദ്വാരക്കണ്ട, ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅക്കും, അവിടെ നിങ്ങൾ ദ്വാരക്കണ്ട, വിളിച്ച് പ്രാർത്ഥിക്കണ്ട. ആ പ്രാർത്ഥിച്ചാൽ അത് ഓല് കേൾക്കൂല. മമ്പർത്തപ്പാപ്പ കേൾക്കുവോ അല്ലെങ്കിൽ ആരെങ്കിലും കേൾക്കൂല. കേട്ടാൽ തന്നെ ഉത്തരം കിട്ടൂല. ആഖിറത്തിൽ ഓല് ഇതിനെതിരായിട്ട് പറയും ചെയ്യും. കണ്ടോ നിങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തതിന്റെ കോലം. അതേ സമയത്ത് വിവരമില്ലാത്ത ഒരു മനുഷ്യന്റെ മുമ്പിലോ ഓതുന്നത് ഖുർആനാണ്, സൂറത്തുൽ ഫാത്തിറാണ്, 14-ാമത്തെ വചനമാണ്. ഇതൊക്കെ പറഞ്ഞ് സാധു ഈ ആയത്ത് കേൾക്കുമ്പോൾ ഖുർആനല്ലേ, ഇതൊക്കെ മുസ്ലിയാക്കന്മാര് മറച്ചു വെക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മൂല്യന്മാർക്കെതിരെ കുതിര കയറാൻ ഈ ആളുകൾ ഒരുമ്പെടുകയും ചെയ്യും. ഇത് ജൂതന്മാരുടെ ഏർപ്പാടാണ്. ഇതുകൊണ്ടാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യറാഹും ശിറാറ ഖൽഖില്ലാഹി വഖാല ഇന്നഹും ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാരി ഫജഅലുഹാ അലൽ മുഅ്മിനീൻ. ഈ മുബത്തദിഈങ്ങളാകുന്ന ആളുകൾ ശിറാറ ഖൽഖില്ലാ, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഷർറു പിടിച്ച ആളുകളാണ് എന്നാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതിന്റെ കാരണം കുഫാറിന്റെ വിഷയത്തിൽ അവതരിച്ച ആയത്തുകൾ മുഴുവനും മുഅ്മിനീങ്ങളുടെ വിഷയത്തിൽ ഓതുന്നവരാണ്. അവരാണ് ഏറ്റവും വലിയ ഷർറു പിടിച്ച ആളുകൾ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാ. അതാണ് ഇവിടെ നടക്കുന്നത്. അതാണ് എൻ്റെ സഹോദരന്മാരെ ഇവിടെ നടക്കുന്നത്. അവരുടെ വിഷയം ന്യായീകരിക്കാൻ ഒരു പ്രശ്നമില്ല. ഏതായത്ത് ഏത് രൂപത്തിൽ കട്ട് ചെയ്യാനും അത് പണ്ട് കാലം മുതൽക്കേ അങ്ങനെയാണ്. ഖവാരിജുകളാകുന്ന ആളുകൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ. ഖവാരിജത്ത് പറഞ്ഞു സൂറത്ത് യൂസുഫ് ഖുർആനിൽപ്പെട്ടതല്ല. സൂറത്ത് യൂസുഫ് ഖുർആനിൽപ്പെട്ടതല്ല. അതൊരു പ്രേമകഥയാണ്. അതൊരു പ്രേമകഥയാണ്. അത് ഖുർആനിൽപ്പെട്ടതല്ല. ഇസ്ലാമിക ലോകത്ത് ആദ്യകാലങ്ങളിൽ കടന്നു വന്ന പുത്തൻ വ്യതിയാനക്കാരാണ്
ഖവാരിജത്തുകൾ അവർ പറഞ്ഞു അത് ഖുർആനിൽ പെട്ടതല്ല. എന്നാൽ ആധുനിക ലോകത്തെ സലഫി പ്രസ്ഥാനങ്ങളുടെ നേതാവ്, ആധുനിക ലോകത്തെ സലഫി പ്രസ്ഥാനത്തിന്റെ നേതാവ് റഷീദ് റിള പറയുകയാണ്, മൂസ അലൈഹിസ്സലാമിന്റെയും ഈസ അലൈഹിസ്സലാമിന്റെയും മുഅ്ജിസത്തുകളുടെ വിവരണം ഖുർആനിൽ ഇല്ലായിരുന്നു എങ്കിൽ യൂറോപ്യരാകുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമായിരുന്നു. ആരായി റഷീദ് റിള? ഇദ്ദേഹം 20-ാം ദശകത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തെ നയിച്ചവരാണ് എന്ന് അവരുടെ പുസ്തകത്തിൽ തന്നെ വായിക്കാൻ കഴിയും. അപ്പൊ അവരുടെയൊക്കെ നേതാക്കന്മാരുടെ ഉള്ളിരിപ്പ് ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചു, ഇതിപ്പോ ആരെ തിരുത്തുന്നത്? അള്ളാനെ അല്ലേ? ഈസാ നബിനെ പറ്റി മൂസാ നബിനെ പറ്റിയുള്ള ചർച്ച ഖുർആനില്ലെങ്കിൽ ക്രിസ്ത്യാനികൾ യൂറോപ്പിൽ എന്താകുമായിരുന്നു? ഇസ്ലാമിലേക്ക് കടന്നു വരികയായിരുന്നു. ഇവരുടെ ഈ തഫ്സീർ വായിച്ചിട്ടാണ് ഇവർ, ഈ റഷീദ് റിളയുടെ തഫ്സീർ വായിച്ചിട്ടാണ് പല സ്ഥലങ്ങളിലും അവർ ഖുർആൻ ക്ലാസ് നടത്തുന്നത് അല്ലേ? അള്ളാഹുവിനെ അല്ലേ ഇവർ തിരുത്തുന്നത്? ഇവരും അള്ളാഹും തമ്മിൽ എന്ത് ബന്ധമുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ഒരു പുള്ളി പോലും ഏറെ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? അത് ഏറെയാണ്, അത് വേണ്ടില്ലായിരുന്നു. അങ്ങനെ ഒരു മൂമിനെ വിശ്വസിക്കാൻ പറ്റുമോ? അത് അള്ളാഹുവിൻ്റെ വചനമല്ലേ? അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിഷയം കടുപ്പപ്പെട്ടതാണ്, വിഷയം കടുപ്പപ്പെട്ടതാണ്. അത് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതുമാണ്. മഹാനായ സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി തങ്ങളുടെ അരികിലേക്ക്, സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി തങ്ങളുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് പറയാണ്, ഇന്നൽ ലിസ്സദഖലദാരി വഖദ മതഈ. ഓ തങ്ങളെ, എൻ്റെ വീട്ടിൽ ഇന്നലെ കള്ളം കയറിയിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അവൻ കട്ടെടുത്തു കൊണ്ടുപോയി. ആ സമയത്ത് സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ പറഞ്ഞു, ഉഷ്കുരില്ലാ, നീ അല്ലാഹുവിന് ശുക്ർ ചെയ്തോ മോനെ. ലൗ ദഖലൽ ലിസ്സു ഖൽബക, ആ കള്ളൻ നിന്റെ കൽബിലാണ് കയറിയിരുന്നതെങ്കിൽ, അവൻ നിന്റെ കൽബിലാണ് കയറിയിരുന്നതെങ്കിൽ. ആരാണ് ആ കള്ളൻ? വഹുവ ശൈത്വാനും വഅഫ്സദ തൗഹീദ. ശൈത്താൻ എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ കൂട്ടത്തിൽ മിനൽ ജിന്നത്തി വന്നാസി, ജിന്നുകളുടെ കൂട്ടത്തിൽ ശൈത്താന്മാരുള്ളത് പോലെ മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ശൈത്താന്മാരുണ്ട്. എന്നിട്ട് വഅഫ്സദ തൗഹീദ, നിന്റെ തൗഹീദിനെ അവൻ ഫസാദാക്കിയിരുന്നുവെങ്കിൽ മാദാ കുന്ത തസ്നഉ, നിനക്ക് എന്തു ചെയ്യാൻ പറ്റും മോനെ? അത് സംഭവിച്ചിട്ടില്ലല്ലോ. സമ്പത്ത് ഇനിയും കിട്ടും, അത് പ്രശ്നമാക്കണ്ട. കൽബിലേക്ക് കയറിക്കൂടി തൗഹീദിനെ നഷ്ടപ്പെടുത്തിയ ഒരു കള്ളൻ നിന്റെ കൽബിൽ കയറിയ നിന്റെ കഥ കഴിഞ്ഞില്ലേ? അത് സംഭവിച്ചിട്ടില്ലല്ലോ. തൽക്കാലം ഈ പടച്ചോന് ശുക്ർ ചെയ്താളാ. ഓരോ വിഷയങ്ങൾ പറഞ്ഞ് 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ 10 മിനിറ്റിലുള്ള ആയത്ത് ഓതിയിട്ടാണ് പലപ്പോഴും പല ആളുകളും സംസാരിക്കാറുള്ളത്. ഈ ആയത്തുകളുടെ അന്തസത്തയെക്കുറിച്ച് ഇവർക്കറിയോ? അറിയില്ല. പരിഭാഷയിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കിയത്, പരിഭാഷയിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കിയത്, അതിൻ്റെ അപ്പുറത്തേക്ക് അവരൊന്നും അറിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ. അതല്ലേ നമ്മളെ പരിഭാഷയിൽ അർത്ഥം? എത്തി മനസ്സിലായത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. പരമകാരുണ്യകനും കരുണാനിധി, പണ്ട് കാലത്ത് അങ്ങനെ 2 ആൾക്കാരുണ്ടായിന്, കരുണാനിധി പിന്നെന്താ കരുണാകരൻ. ഇങ്ങനെ 2 ആളുകൾ പണ്ടുണ്ടായിന്. എന്ത് മനസ്സിലായി പരിഭാഷയിൽ നിന്ന്? അതേ സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹ് റഹ്മാൻ റഹീം, ഇതൊക്കെ എത്ര വിശദീകരിക്കേണ്ടതാണ്. അതിലൊക്കെ അന്തർലീനമായി കിടക്കുന്ന സാരാംശങ്ങൾ എത്ര വലുതാണ്. ഏത് ഭാഷക്കാണ് അതൊക്കെ വിലയിരുത്താൻ കഴിയുക? സാധ്യമല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ബിദ്അത്ത് കൽബിൽ കടന്നു കയറുന്നത് ശരിക്ക് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ.
وإن كلا لما ليوفينهم ربك أعمالهم إنه بما يعملون خبير فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ താടി രോമങ്ങൾ 20ഓളം വരുന്ന താടി രോമങ്ങൾ നരച്ചു പോകാൻ കാരണമായ ആയത്താണ് ഇനി ചർച്ചയ്ക്ക് വരുന്നത്. ബിബായ നബി തങ്ങളുടെ താടി രോമം നരക്കാൻ കാരണമായ ആയത്ത്, അതാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കായ രൂപത്തിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് സാധുക്കളാകുന്ന നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ.